നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ലിവർ ഫ്രൈ ആണ് ഇന്ന് ചെയ്യുന്നത്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിവർ ഫ്രൈഡ് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ മട്ടൻ ലിവറും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ലിവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ നന്നായി കഴുകി വാർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ലിവർ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റോളം സമയമെടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അത് വളരെ ഈസിയായി ഇൻസേർട്ട് ആവുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ചോരയുടെ അംശമൊന്നും വരുന്നില്ലെങ്കിലും ഈ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയായാൽ ഈ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ നിന്നും എടുത്ത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഒരു പാട ഉള്ളത് നമുക്ക് പൊളിച്ചു മാറ്റണം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ പാട കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേ രീതിയിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ലിവർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടെ നന്നായി ചതച്ചെടുത്തതാണ്. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 കുരുമുളകും നന്നായി ചതച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ലിവർ ഇതിലിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മസാലയിലേക്ക് ലിവർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് നേരത്തെ നന്നായി വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത ശേഷം നന്നായി വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ലിവർ മസാലയിൽ നന്നായിട്ടൊന്ന് വരണ്ട് വന്നാൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിലിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ലിവർ ഫ്രൈയുടെ റെസിപ്പിയാണിത്. ഈ ലിവർ ഫ്രൈ തയ്യാറാക്കിയ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി സെർവ് ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് തോന്നുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.